പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. അവരുടെ ജീവിത സഞ്ചാരത്തിന് പ്രകൃതി ഒട്ടേറെ നിയമങ്ങളും നിബന്ധനകളും ഏർപ്പെടുത്തി. പ്രകൃതി നിയമങ്ങളെ ലംഘിക്കാത്തിടത്തോളം കാലം ആയാസരഹിതമായ ജീവിതം ലഭിക്കും. പ്രകൃതിയുടെ കുറ്റമറ്റ സൃഷ്ടിയാണ് മനുഷ്യൻ. സ്വയം പ്രവർത്തന ശക്തിയുള്ള ശരീര ചൈതന്യം ജനനം മുതൽ മരണം വരെ തുടരുന്നു. പ്രവർത്തിക്കുമ്പോൾ ചെലവഴിക്കപ്പെടുകയും വിശ്രമിക്കുമ്പോൾ പുനരുജ്ജീവിക്കുകയും ചെയ്യുന്ന മഹത്തായ ശക്തിവിശേഷമാണിത്. എന്നാൽ ആധുനിക നാഗരിക മനുഷ്യൻ പ്രകൃതിയെ ധിക്കരിക്കാനും വെല്ലുവിളിക്കാനും തുടങ്ങിയതോടെ ജീവിതതാളത്തിൽ പാകപ്പിഴകൾ കണ്ടു തുടങ്ങി. അമിത ഭക്ഷണം, അസമയത്തെ ഭക്ഷണം, അമിത അധ്വാനം, അനിയന്ത്രിതമായ ലൈംഗികത, ലഹരി ഉപയോഗം എന്നിവ മനുഷ്യ ശരീരത്തെ ക്ഷയിപ്പിക്കാനും ആയുർദൈർഘ്യം കുറയ്ക്കാനും ഇടയാക്കി. പ്രകൃതിദത്തമായ ഭക്ഷണം കുറച്ച് കൃത്രിമ ഭക്ഷണ രീതി സ്വീകരിക്കുകയും കൂടി ചെയ്തപ്പോൾ രോഗങ്ങൾ വേഗത്തിൽ ആക്രമിക്കാൻ തുടങ്ങി. അതിനെ നേരിടാൻ കൃത്രിമ ചികിത്സാ രീതിയും സ്വീകരിക്കപ്പെട്ടതോടെ നിരന്തരമായ രോഗങ്ങൾ രംഗപ്രവേശം ചെയ്തു. ഹൈടെക് അലോപ്പതി ചികിത്സ ചെലവേറിയതും കൂടുതൽ രോഗങ്ങളെ സൃഷ്ടിക്കുന്നതുമായി കഴിഞ്ഞിരിക്കുന്നു. ദൈവം ഒന്നിപ്പിച്ചത് മനുഷ്യന് വേർതിരിക്കാൻ അവകാശമില്ല എന്ന സത്യം വിസ്മരിച്ച ജനസമൂഹം ഇന്ന് രോഗങ്ങളുടെയും അവയെ നേരിടാനുള്ള വിഷലിപ്തമായ ചികിത്സാ മുറകൾക്ക് മുന്നിൽ അസ്വസ്ഥരാണ്. പ്രകൃതി നിയമങ്ങളെ അനുസരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഡോക്ടർ ഐസക് ജെന്നിങ്സ്, ഫാദർ സിൽവസ്റ്റർ ഗ്രഹാം, ഡോക്ടർ ആർ.ടി. ത്രോൾ, അർണോൾഡ് റിക്ലി, വിൻസെന്റ് പ്രിസ്നിസ്, ഡോക്ടർ ഇ.എച്ച്. ഡെവി, ഡോക്ടർ ഹെർബർട്ട് എം. ഷെൽട്ടൺ തുടങ്ങിയ വിവിധ രാജ്യക്കാരായ മഹാരഥന്മാർ പ്രകൃതി ചികിത്സ രൂപപ്പെടുത്തി. അങ്ങനെ വായുവും സൂര്യപ്രകാശവും ചേർന്ന അന്തരീക്ഷ ചികിത്സ, ജലചികിത്സ, ഉപവാസം, വിഷസങ്കലനം, വ്യായാമം എന്നീ പ്രകൃതി ചികിത്സകൾ നടപ്പിലാക്കി. ഭാരതത്തിൽ പ്രകൃതി ചികിത്സയുടെ പ്രചാരകൻ മഹാത്മാഗാന്ധിയായിരുന്നു. സേവാഗ്രാം ആശ്രമത്തിലെ അന്തേവാസികളുടെ ചികിത്സകൻ മഹാത്മജിയായിരുന്നു. മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന ആധുനിക ചികിത്സകളിൽ നിന്നും മോചനം നേടി പ്രകൃതി ചികിത്സയിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവണം. ഇന്ന് കേരളത്തിൽ പ്രകൃതി ചികിത്സയ്ക്കായി ഒട്ടേറെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. അവയിൽ മുൻനിര സ്ഥാനത്ത് നിലകൊള്ളുന്ന ചികിത്സാ കേന്ദ്രമാണ് മഹാത്മാ പ്രകൃതി ചികിത്സാ കേന്ദ്രം.
കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടണത്തിന് സമീപം ബക്കളം ഗ്രാമത്തിലെ പ്രകൃതി മനോഹരമായ കുന്നിൻ മുകളിലേക്ക് വരുമ്പോൾ തൻ്റെ നിയോഗത്തെ തപസ്യയായി ഏറ്റുവാങ്ങി സദാ കർമ്മനിരതനായ ഡോക്ടർ എസ്.കെ. മാധവന്റെ നിറസാന്നിധ്യം രോഗപ്രതിരോധത്തിൻ്റെ ഗൃഹാതുരത്വം സമ്മാനിക്കുന്നു. ഏത് കടുത്ത രോഗവുമായി വരുന്ന ആളും ഈ കൈപുണ്യമുള്ള പ്രകൃതി സ്നേഹിയുടെ മുന്നിൽ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നു. ചികിത്സാ ബാധ്യതകളുടെ ഭാരിച്ച സമ്മർദ്ദങ്ങളില്ലാതെ, അമിതമായ മരുന്ന് പ്രയോഗങ്ങളില്ലാതെ ഇവിടുത്തെ പ്രകൃതിദത്തമായ ചികിത്സ എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള മോചനവും തുടർ ജീവിതത്തിനുള്ള ഊർജ്ജസ്വലതയും നമുക്ക് സമ്മാനിക്കുന്നു. ശുദ്ധവായുവും സൂര്യകിരണങ്ങളും ആവോളം അനുഭവിച്ച് പ്രകൃതിയെ കണ്ടറിഞ്ഞ് അവയോട് താതാത്മ്യം പ്രാപിച്ചുള്ള ഈ ചികിത്സാലയത്തിലെ ദിനചര്യകൾ ഓരോ മനുഷ്യനും വേറിട്ട ജീവിതാനുഭവത്തെ സമ്മാനിക്കുന്നു. ഭാരതത്തിനകത്തും പുറത്തും നിന്നെത്തുന്ന പ്രകൃതി സ്നേഹികൾ അതനുഭവിച്ചറിഞ്ഞ് ആരോഗ്യകരമായ പുത്തൻ ജീവിതയാത്ര തുടങ്ങുന്നു. പ്രകൃതി ചികിത്സ ഒരു ഗാന്ധിയൻ നിർമ്മാണ പരിപാടിയാണ്. സമഗ്രമായ ഒരു ആരോഗ്യ ദർശനം പ്രകൃതി ചികിത്സക്കുണ്ട്. മനുഷ്യ ശരീരം സ്വയം ചികിത്സിക്കാൻ കെൽപ്പുള്ള ഒരു അത്ഭുത യന്ത്രമാണ് എന്ന ജീവശാസ്ത്ര തത്വത്തിലാണ് പ്രകൃതി ചികിത്സ പടുത്തുയർത്തിയിട്ടുള്ളത്. ഇതിന് ഒരു രോഗ സിദ്ധാന്തമുണ്ട്, രോഗകാരണ സിദ്ധാന്തമുണ്ട്, രോഗചികിത്സാ സിദ്ധാന്തവും ഉണ്ട്. മനുഷ്യൻ പ്രകൃതിയോടൊത്ത് ഇണങ്ങി ജീവിക്കണം എന്നാണ് പ്രകൃതി ചികിത്സകർ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമുഖത്തുള്ള കോടാനുകോടി ജീവികൾക്ക് ബാധകമായിട്ടുള്ള എല്ലാ പ്രകൃതി നിയമങ്ങളും മനുഷ്യർക്കും ബാധകമായിട്ടുള്ളതാണ്. മനുഷ്യൻ മാത്രം നാഗരികതയുടെ ഫലമായി, പരിഷ്കാരത്തിൻ്റെ ഫലമായി പ്രകൃതിയിൽ നിന്ന് വളരെയേറെ അകന്നുപോയി. അതിൻ്റെ ഫലമായി നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന വിഷസങ്കലനമാണ് എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാന കാരണം. ഈ വിഷത്തെ വിസർജിച്ച് കളയാൻ വേണ്ടിയാണ് ശരീരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് പ്രകൃതി ചികിത്സകരുടെ കാഴ്ചപ്പാടിൽ രോഗം എന്ന് പറയുന്ന ഒരു വിസർജനമാണ്. മനുഷ്യൻ ഭക്ഷണം ഉപേക്ഷിച്ച് വിശ്രമിച്ചാൽ, ഉപവസിച്ചാൽ,
ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ പ്രകൃതിചികിത്സയിലൂടെ സാധിക്കുന്നുണ്ട്. ഉപവാസവും ഭക്ഷണ നിയന്ത്രണവുമാണ് പ്രധാനമായിട്ട് പ്രകൃതിചികിത്സയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഹൈഡ്രോതെറാപ്പി, ജലചികിത്സ എന്ന് പറയുന്ന ചികിത്സാ രീതി ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം, മണ്ണ് ഇവ ഉപയോഗിച്ചുള്ള വിവിധ തരം സ്നാനങ്ങൾ ആണ് ഹൈഡ്രോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സൂര്യപ്രകാശം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രകൃതിചികിത്സകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടെ യോഗ, വ്യായാമം, ഓയിൽ മസാജ് തുടങ്ങിയിട്ടുള്ള ഉപാധികളും പ്രകൃതിചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മറ്റ് ചികിത്സാ രീതികളെല്ലാം വളരെയേറെ ചെലവ് കൂടിയതും വളരെയേറെ അനന്തര ദൂഷ്യഫലങ്ങളുള്ളവയുമായതുകൊണ്ട് പ്രകൃതിചികിത്സയിലേക്ക് ധാരാളം രോഗികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാത്മാ പ്രകൃതിചികിത്സാ കേന്ദ്രം 1984 ഒക്ടോബർ 2-ാം തീയതി അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KK നരേന്ദ്രൻ സാർ ആണ് ഉദ്ഘാടനം ചെയ്തത്. കരിമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് 10 കിടക്കകളോടുകൂടിയാണ് മഹാത്മാ ഞങ്ങൾ ആരംഭിച്ചത്. ആദ്യകാലത്ത് രോഗികൾ വളരെ കുറവായിരുന്നു. എന്നാൽ ക്രമേണ പ്രകൃതിചികിത്സ കൊണ്ട് രോഗം മാറുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ രോഗികൾ വരാൻ തുടങ്ങി. കിടക്കകളുടെ എണ്ണം ക്രമേണ 30 വർദ്ധിച്ചു. 1995 തളിപ്പറമ്പ് ടൗണിൽ വളരെ വലിയ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് 30 ബെഡുള്ള ഒരു ആശുപത്രിയായിട്ട് മഹാത്മാ വികസിച്ചു. 99 ഞങ്ങൾ ബക്കളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കാനൂലിൽ 2 ഏക്കർ സ്ഥലം മേടിച്ചു. ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 2007 ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പുതിയ കെട്ടിടത്തിൽ 45 കിടക്കകളുണ്ട്. പഴയ വാടക കെട്ടിടത്തിൽ 30 കിടക്കകളുണ്ട്. 75 രോഗികൾക്ക് കിടന്ന് ചികിത്സിക്കാവുന്ന വിപുലമായ സംവിധാനമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ രോഗങ്ങൾക്കും പ്രകൃതിചികിത്സ ഫലപ്രദമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, ആസ്തമ, ബ്രോങ്കൈറ്റിസ്, വാതരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്കാണ് ആദ്യകാലത്ത് ധാരാളം രോഗികൾ വന്നുകൊണ്ടിരുന്നത്. ക്യാൻസർ രോഗികൾ, വൃക്കരോഗികൾ തുടങ്ങിയ വിനാശാത്മക രോഗാവസ്ഥയിലുള്ളവരെയും ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അധികം രോഗികൾ വരുന്നത് ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ നിർദ്ദേശിക്കപ്പെട്ട ഹൃദ്രോഗികളാണ്. ആൻജിയോഗ്രാം കഴിഞ്ഞതിന് ശേഷം ബൈപ്പാസ് സർജറി വേണം എങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ നേരെ പ്രകൃതിചികിത്സയിലേക്ക് വന്ന് ഹൃദ്രോഗം മാറ്റുന്ന ഒരു കാഴ്ച ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ഈ ചികിത്സ ഫലപ്രദമാണ്.
ജീവന്റെ നിലനിൽപ്പിനാധാരമായ കുറേ പ്രകൃതി നിയമങ്ങളുണ്ട്. മറ്റു ജീവജാലങ്ങളെപ്പോലെ നമ്മളും അതനുസരിച്ചേ മതിയാകും. മറ്റു ചികിത്സാ സമ്പ്രദായങ്ങൾ അത് സൗകര്യപൂർവ്വം വിസ്മരിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ മാധവനും സഹപ്രവർത്തകരും അത് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. രോഗപ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ട മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നു.